അറ്റാക്ക് വിൻസ് യു മാച്ചസ് ബട്ട് ഡിഫൻസ് വിൻസ് യു ടൈറ്റിൽസ്. അലക്സ് ഫെർഗ്യൂസൺ പറഞ്ഞ വിഖ്യാതമായ വാചകമാണിത്. അതെ, കെട്ടുറപ്പുള്ള ഡിഫൻസില്ലെങ്കിൽ കിരീടങ്ങൾ കൈവിട്ടു പോകും. ബാഴ്സയും ഹാൻസി ഫ്ലിക്കും അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണം. കോപ്പ ഡെൽ റേയിൽ അത്ലറ്റിക്കോയുടെ മുന്നിൽ നാണം കെട്ട ബാഴ്സ ഇപ്പോൾ കാറ്റലോണിയയിലും ജിറോണയ്ക്ക് മുന്നിൽ തല താഴ്ത്തി. വെറും ഒരു മാസം മുമ്പ് ബാഴ്സ എവിടെയായിരുന്നു? ലാലിഗയിൽ തലപ്പത്ത്, കോപ്പ ഡെൽ റേയിലും ചാമ്പ്യൻസ് ലീഗിലും ഫേവറിറ്റുകൾ. എന്നാൽ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ എല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. 3 തോൽവികൾ, 3 വിലപ്പെട്ട തോൽവികൾ അവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും ബാഴ്സ? ചാൻസുകൾ നിറഞ്ഞ ആദ്യ പകുതി, പക്ഷെ മുതലാക്കാനായില്ല. രണ്ടാം പകുതിയിൽ ജിറോണ ഉണർന്നു കളിച്ചപ്പോൾ ബാഴ്സയുടെ തോൽവി ആർക്കും തടയാനുമായില്ല. മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് നടത്തിയ കീപ്പർ ജോൺ ഗാർഷ്യക്ക് പോലും. ബാഴ്സ ഡിഫൻസിന്റെ പാളിച്ചകൾ തുറന്നു കാണിച്ച മറ്റൊരു മത്സരം. എറിക് ഗാർഷ്യ, പാവ് കുബാർസി, ജൂൾസ് കുണ്ടെ, ജെറാർഡ് മാർട്ടിൻ അണിനിരന്ന ബാഴ്സ ഡിഫൻസ് ഇന്നലെ വഴങ്ങിയത് 12 ഷോട്ടുകൾ, അതിൽ 9 എണ്ണം ഓൺ ടാർഗറ്റ്. വഴങ്ങിയത് 2 ഗോളുകൾ. 15ാം സ്ഥാനത്തുള്ള ജിറോണയ്ക്കെതിരെയാണിതെന്ന് ഓർക്കണം. കഴിഞ്ഞ 10 മത്സരങ്ങളിൽ ബാഴ്സ ക്ലീൻ ഷീറ്റ് നേടിയത് വെറും 3 തവണ. ഒന്ന് 2ാം ഡിവിഷൻ ടീമായ റേസിംഗ് ക്ലബ് സാന്റർക്കെതിരെ, പിന്നെ ലാലിഗയിൽ തരം താഴ്ത്തൽ ഭീഷണിയിലുള്ള ഒവിയേഡോയ്ക്കും മയോർക്കയ്ക്കുമെതിരെ. എന്നിരുന്നാലും ബാഴ്സ ജയിച്ചിരുന്നു. പക്ഷേ ടോണി ക്രൂസ് അന്ന് പറഞ്ഞതുപോലെ യമാലിൻ്റെയോ റഫീനിയുടെയോ പെഡ്രിയുടെയോ ഒരു മോശം ദിവസം ബാഴ്സയ്ക്കും ഫ്ലിക്കിനും വലിയ തോൽവികൾ നൽകുന്നു. ഗോളുകൾ സ്ഥിരമായി വഴങ്ങുമ്പോൾ സ്ഥിരമായി തിരിച്ചടിക്കാനും പറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള തോൽവികൾ വഴങ്ങേണ്ടി വരും. മത്സരത്തിലെ 6ാം മിനിറ്റ് മുതൽ ജിറോണ ഗോൾ മുഖത്തേക്ക് ബാഴ്സ ഷോട്ടുകൾ പായിച്ചു തുടങ്ങി. ആദ്യം പിറന്ന അവസരത്തിൽ റഫീനിയുടെ കട്ട് ബാക്ക് ബെൻഡ് ചെയ്ത് പോസ്റ്റിലേക്ക് കയറ്റാൻ നോക്കിയ യമാലിൻ്റെ ഷോട്ട് നേരിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത്. 17ാം മിനിറ്റിൽ റഫീനിക്ക് ലഭിച്ച അവസരവും പാഴായി. തൊട്ടു പിന്നാലെ യമാലിന് മറ്റൊരവസരവും വീണ് കിട്ടി. സ്വന്തം ഹാഫിൽ നിന്ന് ഓൾമോ നൽകിയ പന്തുമായി എതിർ പോസ്റ്റിലേക്ക് യമാൽ കുതിച്ചു. മുന്നിൽ ജിറോണ കീപ്പർ ഗസിനിക മാത്രം നിൽക്കെ ചിപ്പ് ചെയ്ത് ഗോൾ നേടാനുള്ള യമാലിൻ്റെ ശ്രമം അങ്ങനെ കീപ്പർ തടഞ്ഞിട്ടു. അങ്ങനെ എത്രയെത്ര അവസരങ്ങൾ. 26ാം മിനിറ്റിൽ റഫീനിയുടെ ഷോട്ട്, 32-33 മിനിറ്റുകളിൽ ഫെർമീൻ ലോപ്പസ്, 40ാം മിനിറ്റിൽ റഫീനിയുടെ ഷോട്ട് പോസ്റ്റിൽ തട്ടി. എന്നാൽ ഈ അറ്റാക്കുകളുടെ ഫലം ലഭിച്ചത് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലായിരുന്നു. ബോക്സിനുള്ളിൽ ഡാനി ഓൾമോയെ ജിറോണ താരം ഡാലി ബ്ലിൻ ഫൗൾ ചെയ്തതിന് ബാഴ്സയ്ക്ക് പെനാൽറ്റി ലഭിച്ചു. മത്സരത്തിൽ മുന്നിലെത്താനുള്ള സുവർണ അവസരം. കിക്കെടുക്കാനെത്തിയത് ലമീൻ യമാൽ. ക്യാമറ കണ്ണുകൾ യമാലിലേക്ക് സൂം ചെയ്യുന്നു. സാധാരണ വലിയ ലാഘവത്തോടെ കാര്യങ്ങൾ കാണുന്ന യമാലിൻ്റെ മുഖത്ത് ഇന്നലെ എങ്ങൊന്നുമില്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. യമാൽ എടുത്ത ഷോട്ടിന് ഗസിനിക ഒരു തരി പോലും അനങ്ങിയില്ല. പക്ഷേ പന്ത് നേരെ ഇടത്തെ പോസ്റ്റിന് തട്ടി പുറത്തേക്ക്. ഉടൻ തന്നെ റഫറി ഹാഫ് ടൈം വിസിലും മുഴക്കി. സ്കോർ 0-0. ഇതിനിടയിൽ ജിറോണ ചില മുന്നേറ്റങ്ങൾ ബാഴ്സ ഗോൾമുഖത്തേക്ക് നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. രണ്ടാം പകുതി തുടങ്ങി 15 മിനിറ്റിനുള്ളിൽ ബാഴ്സയെ മുന്നിലെത്തിച്ചുകൊണ്ട് കുബാർസി മത്സരത്തിൽ ബ്രേക്ക് ത്രൂ നൽകി. 59ാം മിനിറ്റിൽ ജൂൾസ് കുണ്ടയുടെ ക്രോസിൽ നിന്ന് കൃത്യമായി പ്ലേസ് ചെയ്ത ഹെഡറിലൂടെയാണ് യുവതാരം ഗസിനികയെ ബീറ്റ് ചെയ്തത്. എന്നാൽ ആ ആവേശത്തിന് അധികം നേരത്തെ ആയുസ് ഉണ്ടായിരുന്നില്ല. വെറും 2 മിനിറ്റിന് ശേഷം ജിറോണ സമനില ഗോൾ കണ്ടെത്തി. ബാഴ്സ ഗോൾമുഖത്ത് സ്ഥാനം ഉറപ്പിച്ചെന്ന ലമാറിലേക്ക് ഒരു ലോ ക്രോസ്. ഫ്രഞ്ച് താരം പന്ത് നേരെ പോസ്റ്റിലേക്ക് തട്ടിയിട്ടു. പിന്നെ കണ്ടത് ഉണർന്നു കളിച്ച ജിറോണയാണ്. ചാൻസിന് പുറകെ ചാൻസുമായി ആദ്യ ബാഴ്സലോണ ഗോളിലേക്ക് ഇരമ്പിയെത്തി. 72ാം മിനിറ്റിൽ ക്രൂഷ്യൽ സേവ് നടത്തി സ്കോർ സമനിലയിൽ വെച്ചതിന് ഗാർഷ്യയോട് ബാഴ്സ നന്ദി പറയണം. പക്ഷേ അധികം വൈകാതെ തന്നെ ആ ഗോളെത്തി. റോക്കയുടെ പാസ് പിടിച്ചെടുത്ത് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പോസ്റ്റിൻ്റെ വലതു മൂലയിലേക്ക് ഫ്രാൻ ബെൽട്രാൻ ഉതിർത്ത ആ ഷോട്ട് ലക്ഷ്യം കണ്ടു. സ്കോർ 2-1. ഒരു ഡെർബി ആവേശം തന്നെ നൽകി മത്സരം. അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ ജിറോണ ബോക്സിലേക്ക് ബാഴ്സ സെറ്റ് പീസുകൾ പറന്നിറങ്ങി. ഗോൾ കീപ്പർ ജോൺ ഗാർഷ്യയും സമനില നേടാനുള്ള ശ്രമവുമായി ബോക്സിലെത്തിയിരുന്നു. എന്തുകൊണ്ടോ വലയിലേക്ക് കയറാൻ പന്ത് വിസമ്മതിച്ചു. അവസാനം എസ്റ്റാഡിയോ മോണ്ടിലിവിയിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ചിരിവിടർന്നത് ജിറോണ ആരാധകരുടെ മുഖത്ത് മാത്രമല്ല, മറിച്ച് സ്പാനിഷ് തലസ്ഥാനത്തും അതിൻ്റെ അലകളടിച്ചു. ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സ വീണ്ടും തോറ്റിരിക്കുന്നു. പരിക്ക് മാറി മടങ്ങി വന്ന റഫീനിക്ക് പോലും അവരെ രക്ഷിക്കാനായില്ല. വെറുമൊരു തോൽവിയായിരുന്നില്ല ഇത്. ലാലിഗ ടേബിളിൽ 1ാം സ്ഥാനമാണ് ഇതോടെ നഷ്ടമായത്. നിരവധി ഗോളുകൾ അടിച്ചുകൂട്ടുമ്പോഴും ഡിഫൻസിലെ വിടവുകൾ ബാഴ്സയ്ക്ക് എന്നും വിനയാണ്. എന്നിട്ടും സിസ്റ്റം മാറ്റാതെ അതുതന്നെ തുടരുമ്പോൾ ബാഴ്സ ആരാധകരിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ടീം വിട്ടുപോയ ഇനിഗോ മാർട്ടിനസിന് പകരം ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരാത്തത് ഇക്കുറി കാറ്റാലൻ പടയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഒരാഴ്ചയിൽ 2 തോൽവികൾ. അത്ലറ്റിക്കോയുടെ ദയനീയമായി തോറ്റപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞത് 2ാം പാദമുണ്ടല്ലോ, കംബാക്ക് നടത്താനുള്ള അവസരമുണ്ട് എന്നായിരുന്നു. ഇനിയിപ്പോൾ ലാലിഗയിലും ഒരു റെമോൺടാഡ നടത്തേണ്ട ആവശ്യകതയായി. പരിക്ക് മാറി പെഡ്രിയും ഫോമിലേക്ക് റഫീനിയും തിരിച്ചെത്തിയാൽ ബാഴ്സയ്ക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ റയൽ റിസൾട്ടുകളും അനുകൂലമാകണം. ഇല്ലെങ്കിൽ മെയ് 11 എൽ ക്ലാസിക്കോയിൽ വെച്ച്